കാര്യങ്ങൾ എന്തായി? എനിക്ക് വാക്ക് തന്നതുപോലെ എല്ലാം കൃത്യമായിട്ട് നടന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഡം ധൈര്യമായിട്ടിരിക്കൂ. ദേവിക ഇനി തിരിച്ചു വരില്ല. ഞാൻ ഏർപ്പെടുത്തിയ ആൾക്കാർ ഇപ്പോ കാര്യം നടത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് കേട്ടാ മതി. മീരയും നന്ദനും തമ്മിലുള്ള വിവാഹത്തിലെ പ്രധാന തടസ്സം മാറിക്കഴിഞ്ഞു. അല്ല മാഡം. സ്വാമി, എന്നോട് കാണിക്കുന്ന ഈ കൂറ് ഞാൻ ഒരിക്കലും മറക്കില്ല. അത് മതി. അടുത്തിനി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. സ്വാമി, വരണം. നന്ദേട്ടാ, ചായ. ഈ തണുപ്പത്ത് കിടന്ന് എങ്ങനെയാ ഉറങ്ങിയത് നന്ദേട്ടാ? രാത്രി നല്ല മഞ്ഞുണ്ടായിരുന്നല്ലോ, ഇടയ്ക്ക് മഴയും പെയ്തു. അതൊന്നും സാരമില്ല. കിട്ടുന്നില്ല നന്ദ. ഇപ്പോ ഔട്ട് ഓഫ് കവറേജ് എന്നാ പറയുന്നത്. ഞാൻ ഇത്രയും നേരം ഉറങ്ങാതിരിക്കുമായിരുന്നു. എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. മുരളിയേട്ടൻ ഇത് എവിടെ പോയിരിക്കാ നന്ദേട്ടാ? ഇത്രയും നാളിനിടയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. കുറച്ചൊന്ന് വൈകുമെങ്കിലും വിളിച്ചു പറഞ്ഞിരിക്കും. നിങ്ങൾ ഭയപ്പെടേണ്ട, ഒന്നും വരില്ല. സമാധാനായിട്ടിരിക്കെ. ദേവികയുടെ കാര്യത്തിൽ നന്ദൻ വിഷമിച്ചിരിക്കുകയാണെന്ന് അറിയാം. മുരളേട്ടൻ എവിടെയാണെന്ന് പോലും അറിയാതെ എങ്ങനെ സമാധാനിക്കാനാ? ഞാൻ വീട്ടിൽ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാം. നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. ഹരിയെങ്കിലിനോട് പറഞ്ഞ് ഫോൺ എവിടെയാന്ന് ട്രേസ് ചെയ്യാം. നിങ്ങൾ പേടിക്കണ്ട. നന്ദേട്ടാ, ഞങ്ങളോട് കാണിച്ച സ്നേഹം ഒരിക്കലും മറക്കില്ല. പ്രഭാന്റിയോട് പോലും പറയാതെ രാത്രി വീടിന് കാവലിരിക്കാൻ വന്നില്ലേ? ദേവികയോടൊപ്പം ഒരു കൊടുങ്കാട്ടില് കൂട്ടുപോയിരിക്കുന്ന ആരാ? നിന്റെ അമ്മയാ, ഭാർഗവി ആന്റി. എന്തായാലും അത്ര വലിയ കരുതലല്ല വീടിന്റെ വരാന്തയിൽ ഇരുന്ന് ഉറങ്ങുന്നത്. നന്ദേട്ട മനഃപൂർവ്വം ഇതിനെ ചെറുതായി കാണുന്നതാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ വലിയ കാര്യം. മുരളേട്ടൻ ഇല്ലാന്നുള്ള വിഷമത്തിലും നന്ദേട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കതൊരു വലിയ ധൈര്യം. ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. മുരളിയുടെ വീട്ടുകാര് എന്റെയും കൂടെ വീട്ടുകാരാ. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. ശരി, ഞാൻ പോയിട്ടുവരാം. മുരളീട്ടൻ. ഹലോ മുരളേട്ടാ. ഹലോ. ആ ഗൗരി. മുരളേട്ടൻ എവിടെയാ? ഹലോ ഹലോ ഗൗരി, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ ഹലോ. മുരളേട്ടൻ ഇത് എവിടെയാ? കട്ടായല്ലോ. അയ്യോ, കട്ടായി. നന്ദ, എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ശബ്ദം കേട്ടിട്ട് എന്തോ പ്രശ്നമുള്ളതുപോലെ. നിങ്ങൾ പേടിക്കണ്ട. മുരളി റേഞ്ചില്ലാത്ത ഏതോ സ്ഥലത്താ. നോക്കിക്കോ, റേഞ്ച് വരുമ്പോ അവൻ തിരിച്ചു വിളിക്കും. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ നന്ദേട്ടാ. വേണ്ട, അവരിപ്പോ വിളിച്ചില്ലേ. നമുക്ക് കുറച്ചുകൂടി നോക്കാം. കുഴപ്പമൊന്നും കാണില്ലല്ലേ നന്ദ? ഹേയ്, എന്തു കുഴപ്പം? ഞാനൊന്ന് വിളിച്ചു നോക്കാം.
ഇപ്പൊ പ്രകാശിന്റെ രീതിയിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ട്. എന്റെ സമാധാനം നഷ്ടപ്പെടുകയാണല്ലോ. പ്രകാശ് ഒന്ന് കോൾ എടുക്ക്. എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഒന്ന് കോൾ എടുക്ക്. നിന്നെ കാണാൻ ഞാൻ ഡൽഹിയിൽ നിന്ന് ഓടിപ്പാഞ്ഞു വന്നേ. ഒന്ന് സംസാരിക്ക് പ്ലീസ്. പ്രകാശ് കോൾ എടുക്ക് പ്ലീസ്. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മുരളിയേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇന്നലെ മുരളിയേട്ടൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ എത്തിയില്ലെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ ദൈവം നിങ്ങളെ രക്ഷിക്കുമായിരുന്നു. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ആദ്യം ദേവികയും നന്ദനും ജീവിതം തുടങ്ങുക. എന്നിട്ട് മതി ഈ പൂജയും ഭജനയൊക്കെ. മീരക്കുഞ്ഞ് ഇന്നലെ വന്നെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ അവിടെ ഉണ്ടെങ്കിൽ മോളങ്ങോട്ട് ചെല്ലുമ്പോ എന്താ ആകാശം ഇടിഞ്ഞു വീഴോ? വരുന്നത് വരും പോലെ. എന്തായാലും എനിക്ക് ആന്റി ഒന്ന് കാണണം. എന്നിട്ട് ആശ്രമത്തിൽ പോയി ആ തിരുമേനി. ഒന്നും വേണ്ട മുരളിയേട്ടാ. ദേവിക ഒന്ന് വെറുതെ ഇരിക്കുക. കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കാറിലും ഭജന മുടക്കണ്ട. കൊച്ചസ്വാമി എന്തിനാ കോള് പൂർത്തിയാകും മുമ്പ് കട്ട് ചെയ്തത്? ഇപ്പൊ സ്വിച്ച് ഓഫും. ആന്റി. ആ മോളെ, ഇന്നലത്തെ ടെൻഷനൊക്കെ മാറിയോ? അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ. ആന്റി, എനിക്ക് എൻ്റെ ഫോണും തരുമോ? എന്തിനാ മോളെ? ഒരു ഫ്രണ്ടിനെ വിളിക്കാനാ. എന്റെ മൊബൈലില് ചാർജ് തീർന്നു. അതിനെന്താ, ദാ വിളിച്ചോ. ഞാനൊരു കോഫി എടുക്കാം. ഹലോ, പ്രകാശ് സ്പീക്കിംഗ്. അപ്പൊ എന്റെ നമ്പർ കണ്ടാലേ എടുക്കാതുള്ളൂ. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ, പ്രകാശ് സാർ അല്ലേ? അതെ. സാർ, എന്റെ പേര് ഡയാന. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാ. സാറുമായിട്ടൊരു ഇന്റർവ്യൂ ആണ് ആദ്യ കണ്ടന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡയാന എന്ത് ചെയ്യുന്നു? ഞാൻ PG ചെയ്യാണ് സാർ, ലിറ്ററേച്ചർ. ഓ. വിഷ്വൽ മീഡിയയിൽ എത്തുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ സാറിന്റെ ഒരു വലിയ ഫാനാ. താങ്ക് യു. സാർ ട്രിവാൻഡ്രത്തുണ്ടോ? യാത്രയിൽ വല്ലതും ആണോ? ഞാൻ ട്രിവാൻഡ്രത്തുണ്ട് ഡയാന. ഓ, ട്രിവാൻഡ്രത്തുണ്ടോ? മൈ ഗോഡ്, താങ്ക് യു. സാർ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ പേടിച്ചു. സാർ, ഞാൻ സാറിനൊന്ന് കാണാൻ വന്നോട്ടെ? സാറിനോട് കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം. ഇന്റർവ്യൂ ഏത് രീതിയിൽ വേണമെന്നൊക്കെ ഒന്ന് തീരുമാനിക്കാനായിരുന്നു. തനിക്ക് കോവളത്ത് വരാൻ പറ്റുമോ? ഇന്നും നാളെയും കോവളത്താണ് ഷൂട്ട്.
ഈവനിങ് കൂടെ എത്തിയാൽ ഞാൻ പക്ക ഫ്രീ ആയിരിക്കും. കോൾ തന്നിട്ട് എന്നെ വിളിക്കൂ. ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് തരാം. ആരോടാ കത്തിവെച്ചോണ്ടിരിക്കുന്നേ? ഡൽഹിക്കാരിയാണോ? ഏതൊരു ചാനലിൽ നിന്ന് വിളിച്ചതാ. നമുക്ക് ഫുഡ് കഴിച്ചാലോ? ആ വാ. ആർക്കായിരിക്കും മീര ഫോൺ ചെയ്യുന്നേ? മോളെ, ആന്റി ദ ഫോൺ. മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സോറി ആന്റി, ഞാനിപ്പോ വിളിച്ചില്ലേ ഒരു ഫ്രണ്ട്. ആ ഫ്രണ്ടിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. വന്നിട്ട് സംസാരിക്കാം. ആരെ വിളിച്ചതെന്ന് നോക്കാം. നമ്പർ ഡിലീറ്റ് ചെയ്തല്ലോ. അമ്മേ, നന്ദൻ വന്നോ? അവനിവിടെ ഇല്ലേ? ഉണ്ടാവും. ചുമ്മാ ചോദിച്ചതാ. നിക്കടി ഇവിടെ. നന്ദൻ എവിടെ പോയതാ? അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. റൂമിലും ഇല്ല. ഇന്നലെ രാത്രി മുതൽ അവൻ ഇവിടെ ഇല്ല അല്ലേ? ഇല്ല, അവൻ മുരളിയുടെ വീട്ടിൽ പോയി. എന്തിനാ അവിടെ പോയത്? നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാനാണോ? മര്യാദയും മാന്യതയും ഇല്ലാത്ത പെരുമാറ്റമല്ലേ ഇത്? അമ്മ എന്തായി പറയുന്നേ? പ്രായപൂർത്തിയായ 2 പെൺകുട്ടികളുള്ള വീട്ടിൽ അവൻ... ഒന്ന് നിർത്തമ്മേ. അമ്മയ്ക്കത് 2 പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടായിരിക്കും. നന്ദൻ അത് സ്വന്തം വീട് പോലെയാ. അവന്റെ കൂട്ടുകാരനില്ലാത്ത ദിവസം ആ വീടിന് സംരക്ഷകനായി അവൻ. അതാണ് സൗഹൃദം, അതാണ് സ്നേഹം, അതാണ് മനുഷ്യത്വം. അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല അത്. സിദ്ധുവോ ഞാനോ ഇന്നേ വരെ ഒരു ചീത്ത പേരും കേൾപ്പിച്ചിട്ടില്ല. പക്ഷെ നന്ദൻ ഇപ്പൊ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാൻ പോവാ. മീരയോട് അവന്റെ പെരുമാറ്റം കാണുമ്പോ മനുഷ്യത്വമില്ലാത്തവനാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത്ര സംസ്കാരമില്ലാത്ത രീതിയിലാണ് നമ്മുടെ മോനെന്ന് ഇപ്പം മനസ്സിലായി. മുരളിയുടെ വീട്ടിലാ അവൻ ഇന്നലെ രാത്രി കഴിഞ്ഞത്. അവിടെ മുരളിയില്ല, ഭാർഗവിയില്ല. പ്രായപൂർത്തിയായ 2 പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വീട്ടിലേക്ക് അവൻ എന്തിനു പോയി? അതിനെന്താണെന്നോ? കൊള്ളാം, നല്ല ചോദ്യം. സിദ്ധു MLA യാ. MLA-യുടെ മകന്റെ വഴിവിട്ട സഞ്ചാരം എന്നൊക്കെ ഒരു ഓൺലൈൻ മീഡിയയിൽ വാർത്ത വന്നാ മതി. തീർന്നു, നമ്മുടെ കുടുംബം തീർന്നു. അവൻ അങ്ങനെയുള്ളവനല്ലെന്നോ? അല്ലായിരിക്കും. പക്ഷെ നാട്ടുകാർ കഥകളൊക്കെ ഉണ്ടാക്കിയെടുത്തോളും. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാ അവനോട് മീരയുടെ കാര്യം ഞാൻ പറയുന്നത്. അവളെയും കല്യാണം കഴിച്ച് നന്ദൻ ഡൽഹിയിൽ സെറ്റിൽ ചെയ്യട്ടെ. അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ എല്ലായിടത്തും നമുക്ക് ആളുണ്ടല്ലോ. സിദ്ധു, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം, ഒരേ ഒരു കാര്യം,
അത് മാത്രം ചെയ്തു തന്നാ മതി എനിക്ക്. നന്ദനും മീരയും തമ്മിലുള്ള കല്യാണം. ദേവിക, അവളുടെ കാര്യം ഇനി ആരും അന്വേഷിക്കണ്ട. നന്ദന്റെ ജീവിതത്തിൽ അവൾ ഇനി ഇല്ല സിദ്ധു. നന്നറിയട്ടെ. തിരുമേനി വരുമെന്ന് അറിഞ്ഞില്ല. ആരും ക്ഷണിച്ചിട്ടല്ല, ഞാനായിട്ട് തന്നെ വന്നതാ. എനിക്ക് ചില കാര്യങ്ങൾ അറിയണം, ചില കാര്യങ്ങൾ പറയണം. പ്രഭാവതി ഉണ്ടല്ലോ അകത്ത്? ഉണ്ട് തിരുമേനി. തിരുമേനി വരൂ. ആ, എന്താടി, ആരാ വന്നേ? തിരുമേനി വന്നിട്ടുണ്ട്. ആര്? ഏത് തിരുമേനി? കൊച്ചുസ്വാമിയോ? അല്ല, ബ്രഹ്മദത്തൻ തിരുമേനി. തിരുമേനി എന്തിനാ ഇപ്പൊ വിളിച്ചറിയിക്കാതെ വന്നേ? അമ്മ എന്താ ആലോചിക്കുന്നേ? തിരുമേനി അമ്മയെ കാത്തു നിക്ക. ചെല്ലങ്ങോട്ട്. തിരുമേനി, സാധാരണ അങ്ങയുടെ പാദത്തിൽ തൊടുമ്പോ അങ്ങ് ശിരസിൽ തൊട്ട് അനുഗ്രഹിക്കും. എന്തുപറ്റി തിരുമേനി? അതാ ഞാനും ചോദിക്കുന്നത്. എന്താ പറ്റിയത്? ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നല്ലേ ഇപ്പോഴത്തെ ചിന്ത? എന്താ തിരുമേനി അങ്ങനെ പറയുന്നത്? ഞാൻ വലിയ സന്തോഷത്തിലാ. ബ്രഹ്മദത്തൻ തിരുമേനിയുടെ പുണ്യപാദങ്ങൾ ഒരിക്കൽ കൂടി എന്റെ വീടിനുള്ളിൽ പതിഞ്ഞിരിക്കുന്നു. കൊള്ളാം. അന്ന് ഞാൻ ഇവിടെ വെച്ച് ജാതകങ്ങൾ പരിശോധിച്ചില്ലേ? നന്ദന്റെയും ദേവികയുടെയും. അതെ തിരുമേനി. അന്ന് പരിശോധിച്ചപ്പോൾ അവരുടെ ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്? അതെ. അന്ന് ഇവിടുന്ന് പോയത് മുതൽ ഞാൻ ആകെ അസ്വസ്ഥനാണ്. എനിക്ക് എവിടെയോ പിഴവ് പറ്റിയില്ലേ എന്നൊരു സംശയം. തിരുമേനി ദേവികയുടെയും നന്ദന്റെയും ചേർച്ചയെക്കുറിച്ച് മീര നിൽക്കുമ്പോ പറയൂ. ഈശ്വര, മീര, ഇദ്ദേഹം ബ്രഹ്മദത്തൻ തിരുമേനി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
ഗൗരിക്ക് തിരുമേനെ അറിയില്ലേ? ആ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം എന്തിനാ ഇവിടെ വന്നേ? പറഞ്ഞു കൊടുക്കൂ കുട്ടിക്ക് ഞാൻ എന്തിനാ വന്നതെന്ന്. ആന്റിയോടല്ലേ ചോദിച്ചേ ഇദ്ദേഹം എന്തിനാ ഇവിടെ വന്നേ? മീര ഇവിടെ അത്യാവശ്യമായിട്ട് പോവല്ലേ? മീര പൊയ്ക്കോളൂ. എനിക്കറിയാം ഇദ്ദേഹം എന്തിനാ വന്നേന്ന്. ജാതകം നോക്കാൻ വന്നതല്ലേ? അല്ല, സാധാരണ തിരുമേനിമാരും ജ്യോത്സ്യന്മാരും കല്യാണം നിശ്ചയിക്കാനും ജാതകം നോക്കാനുമാണല്ലോ വരുന്നത്. സമയമൊക്കെ നോക്കൂ തിരുമേനി. എന്റെ സമയം ഒന്ന് നോക്കാമോ?